മുണ്ടക്കൈ ദുരന്തബാധിത മേഖലകളിൽ ഇന്നും തെരച്ചിൽ തുടരുകയാണ്. ദുരന്തമുണ്ടായി 7 ദിവസമാവുകയാണ്. തെരച്ചിൽ ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. PC സൈഫുദ്ദീൻ മുണ്ടക്കൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. സൈഫുദ്ദീൻ, 7ാം ദിനത്തിലെത്തിയിരിക്കുന്നു തെരച്ചിൽ. ഇന്നിപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ? ഇന്നിപ്പോൾ ഒരു ശരീരഭാഗം കണ്ടെത്തിയിരുന്നു. അത് മനുഷ്യന്റെ ശരീര ഭാഗം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഞങ്ങൾ നിൽക്കുന്ന മുണ്ടക്കയുടെ താഴെ ഭാഗത്താണ് ദിവ്യ എന്നിപ്പോ ഒരു മനുഷ്യ ശരീരം എന്ന് കരുതപ്പെടുന്ന ബോഡി പാർട്സ് കിട്ടിയത്. അത് മനുഷ്യന്റെ ആന്തരികാവയവം ആണ് എന്നുള്ളതാണ് പ്രാഥമികമായി ഈ ഫോറൻസിക് വിദഗ്ധർ പറഞ്ഞത്. പക്ഷെ അത് പരിശോധനയ്ക്ക് വേണ്ടി താഴെ അവർ അവിടെ ലാബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വൈകുന്നേരത്തോടു കൂടി അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ട്. ഒരു മനുഷ്യന്റെ കാലെന്ന് കരുതപ്പെടുന്ന ഒരു ഭാഗമാണ് കിട്ടിയത്. ഇപ്പോ ഇവിടെ മുണ്ടക്കയിൽ തകർന്ന പള്ളിക്കകത്ത് ഈ സന്നദ്ധ പ്രവർത്തകർ കയറി അവിടെ പള്ളിയുടെ രേഖകൾ, മഹല്ല് രേഖകൾ കണ്ടെടുക്കാനുള്ള ശ്രമമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര പേർ മരിച്ചുപോയി, ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു രേഖകളും ഇവിടുത്തെ താമസക്കാരുടെ പക്കൽ ഒന്നുമില്ല. മനുഷ്യന്മാർ തന്നെ ബാക്കിയില്ല, അതുകൊണ്ട് രേഖകളും ബാക്കിയില്ല. ആകെ കൂടിയുള്ള ഒരു രേഖ എന്ന് പറയുന്നത് ഈ മഹല്ല് കമ്മിറ്റിയുടെ പള്ളിയുടെ പക്കലുള്ള രേഖ, അത് കണ്ടെടുക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോ നമുക്ക് ഈ ലൈവ് കണക്ടിവിറ്റിയിൽ ചെറിയൊരു പ്രശ്നം വന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അത് ഹൃദയഭേദകമായ ഒരു രംഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത് ഈ പള്ളിയുടെ മുന്നിൽ ഒരു വീടുണ്ടായിരുന്നു. ആ അവിടെ വീടുണ്ടായിരുന്നു എന്നിപ്പോ ഞങ്ങൾ ആദ്യമായിട്ട് വന്നപ്പോൾ അവിടെ ഒരു വീടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. ആ വീട്ടിൽ 11 പേരാണ് മരിച്ചുപോയത്. ആകെ ബാക്കിയായത് ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടി ഗൾഫിലായിരുന്നു. അവൻ ഈ ദുരന്തം അറിഞ്ഞിട്ട് ഇന്നലെ വന്നതാണ്. അദ്ദേഹം ഇപ്പോ വന്ന് ബാക്കിയായ ഒരു തറയുടെ ചെരുവിൽ ഒരു കല്ലുണ്ട്. ആ കല്ലിൽ നിന്ന് കരയുന്ന ഒരു മകനെ കാണാം. അങ്ങനെ അങ്ങേയറ്റം നെഞ്ചു പോകുന്ന തരത്തിലുള്ള കണ്ണീർ കാഴ്ചകൾ മാത്രമാണ് മുണ്ടക്കൈ ബാക്കിയാക്കുന്നത്. ഈ ദുരന്തത്തിന്റെ വലിയ ഒരു ഓർമ്മ സ്മാരകം എന്നോണം പൂർണ്ണമായും അസ്ഥികൂടം എന്ന രീതിയിൽ ഒരു പള്ളി അതിന് തൊട്ട് മുകളിലുണ്ട്. ആ കവല പൂർണ്ണമായും മണ്ണെടുത്തിരിക്കുന്നു. അപ്പൊ ഇന്ന് കാര്യമായി തെരച്ചിൽ ഈ മുണ്ടക്കൈയുടെ ഈ കവലയുടെ ചുറ്റും തന്നെയാണ്. അവിടെ ഒരു മണം വന്നതിനെ തുടർന്ന് ഈ കടാവർ ഡോഗ് ഉൾപ്പെടെ എത്തി വലിയ പരിശോധന നടത്തിയിരുന്നു. പക്ഷെ അവിടുന്ന് കാര്യമായൊന്നും കിട്ടിയില്ല. അതിന്റെ തൊട്ട് മുകളിൽ നിന്നാണ് നമുക്ക് ഈ ബോഡി പാർട്സ് കിട്ടിയത്. അപ്പോൾ ഒരു 5 or 6 സ്പോട്ട് ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ ഇപ്പോഴും വലിയ പരിശോധനകൾ നടക്കും. അപ്പോൾ ഈ റഡാറിന്റെ സംവിധാനത്തോടു കൂടിയുള്ള സാധ്യതകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ആ നിലക്കാണ് മുണ്ടക്കൈയിൽ സമീപ മേഖലകളിലൊക്കെ വലിയ തെരച്ചിലും പരിശോധനകളൊക്കെ ഈ സമയവും നടക്കുന്നു. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം നല്ല രീതിയിൽ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞത് ഇന്നിപ്പോ മഴ മാറിയുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ മഴ പെയ്തിട്ടില്ല. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഒരു മഴക്കോള് കാണുന്നുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന്റെ ദൗത്യത്തിന്റെ തെരച്ചിലിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഇന്നിപ്പോ ആകെ ഇവിടെ നിന്ന് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന ഒരു ബോഡി പാർട്സ് കിട്ടി എന്നുള്ളത് മാത്രമാണ് ദിവ്യ. യെസ്, അതോടൊപ്പം സൈഫുദ്ദീൻ, ഇപ്പോൾ തെരച്ചിൽ പരിശോധന അതൊക്കെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോഴും നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അവർ ആരൊക്കെയാണ്, അവർക്ക് എന്ത് സംഭവിച്ചു, അവരുടെ ഒരു കണക്കെടുപ്പ് ഇപ്പോഴും കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അല്ലേ? നമ്മളിപ്പോ ഈ പള്ളി സെക്രട്ടറി ഒരു അഷ്റഫ് അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ പള്ളി മഹല്ല് കമ്മിറ്റിയുടെ പക്കൽ ഏറെക്കുറെ കൃത്യമായ രേഖകൾ, ഈ നാട്ടുകാരുടെ രേഖകൾ ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു 300-ലധികം പേരെ നമുക്ക് ഈ പുഞ്ചിരിമട്ടം മുതൽ ഈ ചൂരൽമല വരെയുള്ള ഭാഗങ്ങളിലായി ഇനിയും കണ്ടെത്തേണ്ടതായ ഒരു 300 പേരുണ്ടാവുമെന്നാണ് നാട്ടുകാരുടെ ഒരു അനുമാനം. പ്രദേശവാസികളുടെ ഒരു അനുമാനം വെച്ച് 300-ലധികം പേര് ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. പക്ഷേ